ഹലോ, ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ട് വീണ്ടും നമ്മുടെ ലച്ചുവും സിദ്ധുവും തമ്മിൽ ഉടക്കാട്ടോ. കഴിഞ്ഞ ദിവസവും ഉടക്ക്, ഈ ദിവസവും ഉടക്ക്. ഇവരെങ്ങാനും വഴക്കിടാൻ വേണ്ടിയാണോ സിദ്ധു കുറെ നാൾക്ക് വർഷങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് വന്നേ എന്ന് തോന്നിപ്പോകുന്നൊരു രംഗങ്ങൾ തന്നെയാട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. ഇന്നത്തെ പക്ഷേ ഉടക്കിന് ചുക്കാൻ പിടിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ പാറുക്കുട്ടിയാട്ടോ. പാറുക്കുട്ടിക്ക് ഒരു ആഗ്രഹം ഗൾഫിൽ പോണോന്ന്. അപ്പൊ ഈ ഒരു ആഗ്രഹം നമ്മുടെ സിദ്ധുവിനോട് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ലച്ചു അറിയുന്നുണ്ട്. അപ്പൊ ലച്ചുവിന് വേറൊന്നുമല്ല, താൻ കുറെ നാളായി പറയുന്നു സിദ്ധുവിനോട് ഗൾഫിൽ തന്നെയും കുഞ്ഞിനെയും കൂടി കൊണ്ടുപോകാൻ. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകാതെ പാറുവിനെ കൊണ്ടുപോകാൻ പോകുകയാണ് എന്നുള്ളൊരു കുശുമ്പ് നമ്മുടെ ലച്ചുവിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ലച്ചു നമ്മുടെ പാറക്കുട്ടീനെ എന്താ പറയാ, പാറക്കുട്ടിയുടെ നേരെ ദേഷ്യം പിടിക്കാൻ വേണ്ടി പാറക്കുട്ടീനെ അന്വേഷിച്ച് നടക്കുക. അപ്പൊ നമ്മുടെ പാറമട വീട്ടിൽ എല്ലാരും പറയുന്നുണ്ട്, ദേ കൊച്ചിന് നേരെ എങ്ങാനും എന്തെങ്കിലും നീ പറയുകയോ ചെയ്യുകയോ ചെയ്താൽ ലച്ചു ഞങ്ങളുടെ സ്വഭാവം മാറുവേ. ഇത് നമ്മുടെ ഭവാനി അമ്മൂമ്മയും കേശുവും ശിവാനിയും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് നമ്മുടെ സിദ്ധു അളിയനും അറിയുന്നുണ്ട് ലച്ചു പാറുവിനെ ഇങ്ങനെ വഴക്ക് പറയാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുവാന്ന്. അപ്പൊ നമ്മുടെ ലച്ചുവിനെ വിളിച്ചിട്ട് നമ്മുടെ സിദ്ധു പറയുന്നുണ്ട്, നീ കൊച്ചിനെങ്ങാനും വഴക്ക് പറഞ്ഞ ലച്ചു പിന്നെ കളി കാര്യമാകുവേ എന്നും പറഞ്ഞ് വീണ്ടും അവർ തമ്മിൽ ഉടക്കി പിരിയുന്നുണ്ടേ. അപ്പൊ ലച്ചുവിന് ആകപ്പാടെ കലി അടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ലച്ചു ഇത് കാരണം പാറുക്കുട്ടിയാണല്ലോ എന്ന് ഓർത്ത് പാറുക്കുട്ടീനെ ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് നോക്കുവാട്ടോ നമ്മുടെ ലച്ചു. അപ്പൊ പാറുക്കുട്ടി പറയുന്നുണ്ട്, എന്റെ സിദ്ധു അളിയാ, ഇനി അളിയൻ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ ലച്ചു ഇങ്ങനെ കലിയടക്കാതെ ഇങ്ങനെ ആ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാർ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. ഇന്നലെ നമ്മുടെ സിദ്ധു നൈസായിട്ട് നമ്മുടെ ലച്ചുവിനെ ഹാൻഡിൽ ചെയ്ത് ആ ഒരു ദേഷ്യമൊക്കെ മാറ്റി. ഇന്നത്തെ ദേഷ്യം എങ്ങനെ മാറ്റുമല്ലേ, അല്ലെങ്കിൽ ഈ ദേഷ്യം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമോ, ഇനി എന്തായിരിക്കും ഇവർ തമ്മിലുള്ളൊരു റൊമാൻറ്റിക് എപ്പിസോഡൊന്നും ഇല്ലേ അല്ലേ? കാത്തിരുന്ന് തന്നെ കാണാവേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.